നല്ല നാടൻ ചെണ്ടമുറിയൻ കപ്പയും അതിന്റെ കൂടെ ഒരു കടുങ്കാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വേണം, അടിപൊളിയല്ലേ. ഞങ്ങൾക്ക് ഇവിടെ കപ്പ വേവിച്ച് കഴിക്കുന്നതിലും ഇഷ്ടം ഇതേപോലെ പുഴുങ്ങി കഴിക്കുന്നതാണ്. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഇതേപോലെ കപ്പ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് വേറെ ഒരു ഫുഡിനും കിട്ടാറില്ലല്ലേ. അപ്പൊ പുഴുങ്ങാനുള്ള കപ്പയൊക്കെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി കപ്പ വേകാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പയിലോട്ട് അങ്ങ് വെച്ച് ഇനി കപ്പ പുഴുങ്ങിയതിലൂടെ കഴിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ തൈരുമുളക് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 3-4 പച്ചമുളകും 2-3 ചെറിയുള്ളിയും കൂടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കണേ. പച്ചമുളകിനെക്കാട്ടി കുറച്ചുകൂടി ടേസ്റ്റ് ചെയ്യുന്നത് കാന്താരി ചേർക്കുമ്പോഴാണ്. ഇനി ചതച്ചു വെച്ചതിലോട്ട് കുറച്ച് തൈര് കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇളക്കി എടുത്താൽ നമ്മുടെ തൈരുമുളക് ചമ്മന്തി റെഡിയായേ. മുളക് ചമ്മന്തിയും കാന്താരി ഉടച്ച ചമ്മന്തിയും ഒക്കെ കൂട്ടി കപ്പ കഴിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഈ ഒരു ചമ്മന്തി കൂട്ടിയിട്ട് കപ്പ പുഴുങ്ങിയത് കഴിക്കുന്നതാണ്. ഇനി കപ്പയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കപ്പയൊന്ന് വെന്ത് വന്നപ്പോ അതങ്ങ് ഊറ്റി വെച്ചേ. അപ്പൊ കപ്പ കഴിക്കുമ്പോൾ എന്താണെങ്കിലും കുടിക്കാൻ ഒരു കടുങ്കാപ്പി വേണമല്ലോ. അതിന് കുറച്ച് കടുങ്കാപ്പിയും കൂടെ ഉണ്ടാക്കി എടുത്തു. അപ്പൊ ഈ ഒരു ചമ്മന്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കപ്പ കഴിക്കാൻ ഇഷ്ടമുള്ളത് മത്തിക്കറിയുടെ കൂടാണ്. നിങ്ങൾ ഇതുപോലെ ഒരു ചമ്മന്തിയുടെ കൂടെ കപ്പ പുഴുങ്ങിയത് കഴിച്ചിട്ടില്ലെങ്കിൽ എന്താണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.